എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് മൈ വേ ബൈ കല്യാണി. ഒരു യൂട്യൂബറാണ്. അവരുടെ ഒരു സ്കിൻ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം അവരൊരു ഷോർട്ട് വീഡിയോ ഇട്ടു. ആ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല, ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യാനുള്ള കാരണം അതിൽ ആക്ച്വലി കല്യാണിയുടെ സൈഡിൽ നിന്നാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. കാരണം കല്യാണിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് കല്യാണി തന്നെ ഒരുപാട് ക്രീമുകൾ യൂസ് ചെയ്യുന്നതിന്റെ ബേസിൽ വന്നതായിരിക്കാം. കല്യാണി ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്രയും സൺസ്ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിൽ കിട്ടുന്ന ക്രീം ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് കല്യാണി. അപ്പോൾ അവരുടെ മെയിൻ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കുറച്ച് നാൾ മുൻപ് വരെ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കാണുന്ന വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഫുള്ള് ഡ്രസ്സുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യോടെ നിൽക്കുകയാണ്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കല്യാണിയെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ കല്യാണിയെ കുറ്റപ്പെടുത്താനോ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. രണ്ട് സൈഡും കേൾക്കാതെ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നു എന്നാണ് പലരും ചോദിച്ചത്. ഇപ്പൊ ഇന്ന് കല്യാണി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടു. അതിനകത്ത് അവിടുത്തെ ഒരു ഫുട്ടേജ് വെച്ചിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ അവരും അവിടെ ദേഷ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബില്ലുകൾ അവർക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവ് വെച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് അത് വരേണ്ടതായിരുന്നു. അത് ഇത്രയും ഡിലേ ആയത് എന്തെന്നുള്ളതാണ്. അതിന് കല്യാണി പറഞ്ഞൊരു വേർഷൻ എന്ന് പറയുന്നത് ലീഗൽ സൈഡ് എന്തൊക്കെ പറയാൻ പാടില്ല എന്നതൊന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും ദിവസം എടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് കല്യാണി പറയുന്ന ഒരു കാര്യം, എന്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയി. അപ്പോൾ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വരണമെങ്കിൽ, ഒരു ക്ലിനിക്കിൽ വരണമെങ്കിൽ ആ ക്ലിനിക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ വരുള്ളൂ ഒരാൾ. കാരണം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, പല പ്രാവശ്യം വരണം. അതുകൊണ്ട് തന്നെ ആ ഡോക്ടറെ കുറിച്ചും ആ ക്ലിനിക്കിനെ കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരാൾ ആ ക്ലിനിക്കിലേക്ക് പോകത്തുള്ളൂ. അവിടെ ചെന്നതിന് ശേഷം ഇവർക്കുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളാണ് ഇവർ ആ സ്റ്റോറിയിൽ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ആ മോശപ്പെട്ട അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാത്തത് കൊണ്ടും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞത് കൊണ്ടുമാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആ ക്ലിനിക്കിൽ വിളിച്ചു. എന്താണ് ഇന്നൊരു എലിഗേഷൻ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ തെളിവുകൾ കാണാത്തത് കൊണ്ടാണ് ഇവരെ വിളിച്ചത്. എന്താണ് അവിടെ ഉണ്ടായെന്ന് ചോദിച്ചു. അവർ അവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് അത് ചേർത്തിട്ട് ഞാൻ പറഞ്ഞു, കല്യാണി പറയുന്നത് ഇങ്ങനെയാണ്, ക്ലിനിക്കുകാർ പറയുന്നത് ഇങ്ങനെയാണ്. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. മറ്റ് യൂട്യൂബേഴ്സ് എന്ത് പറഞ്ഞു എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല. ഞാൻ അത് ആദ്യമേ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരെയും മോശക്കാരാക്കാനോ അല്ലെങ്കിൽ മോശക്കാരിയാക്കാനോ എനിക്ക് ആരെയും അനാവശ്യമായിട്ട് ബ്ലെയിം ചെയ്യാനോ താല്പര്യമില്ല. ഞാൻ ഇതുവരെയും എൻ്റെ ഒരു വീഡിയോയിലും അനാവശ്യമായിട്ട് ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. ഒരാൾ ചെയ്യുന്ന കാര്യത്തെ മാത്രമേ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കല്യാണി ചെയ്തൊരു കാര്യം, കംപ്ലൈന്റ് പോയൊരു കാര്യത്തെ കല്യാണി സോഷ്യൽ മീഡിയയിലേക്ക് ഡ്രാഗ് ചെയ്തു. അതിന് കല്യാണിക്ക് കല്യാണിയുടേതായിട്ടുള്ള വേർഷൻ ഉണ്ടാവും, ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം. പക്ഷെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഫുൾ വേർഷൻ പറയണമായിരുന്നു. അതല്ലാണ്ട് ഒരു കുഞ്ഞു ഭാഗം വന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കല്ല വേണ്ടത്. ഫുൾ വേർഷൻ ഇപ്പൊ ഇന്ന് ചെയ്ത വീഡിയോ അന്ന് ചെയ്യാമായിരുന്നു, അന്വേഷണം ചെയ്താൽ മതി, ആർക്കും തിരക്കില്ലായിരുന്നു. അപ്പൊ കല്യാണി അത് ചെയ്തില്ല. ഡിലേ ആയതുകൊണ്ടാണ് ഞാനും മറ്റു പല ആൾക്കാരും ഈ പറയുന്ന ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ വേർഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. അല്ലാണ്ട് എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എവിടെയും കല്യാണിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കാണാൻ പറ്റില്ല. ഞാനൊരു ചെറിയ ഭാഗം കാണിച്ചു തരാം. ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് ഉദ്ദേശിച്ചതെന്നും ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചതെന്നും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന്റെ കാര്യം നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഈ എമൗണ്ട് എത്രയാവുന്നുള്ളത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങളവിടെ ട്രീറ്റ് ചെയ്യരുതായിരുന്നു. ഇപ്പോൾ 8 മാസത്തോളം ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ വന്ന് എനിക്ക് ബില്ല് തന്നില്ല, എനിക്ക് ഡോക്യുമെന്റ് തന്നില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ സ്ഥാപനത്തിലേക്ക് ഒന്ന് വിളിച്ചത്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കല്യാണി പറഞ്ഞിട്ട് ഏകദേശം 4-5 ദിവസമായി. ഇതുവരെയും ആ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ ഷോർട്ട് വീഡിയോസ് ഡെയിലി വരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് അല്പമെങ്കിലും ഒരു ഇന്റിമസി അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായീകരണം നിങ്ങൾ പറയണം. അവരെന്തായാലും ലീഗലി മൂവ് ചെയ്തെന്ന് പറഞ്ഞു. അവരാണ് ആദ്യം മൂവ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബില്ല് തന്നു എന്ന് അവർ പറയുന്നു, നിങ്ങൾ പറയുന്നു ബില്ല് തന്നിട്ടില്ല. അതായത് ആദ്യം നിങ്ങൾ പറയുന്നു പകുതി പേയ്മെന്റിന്റെ ബില്ലാണ് തന്നതെന്ന് പറയുന്നു, പിന്നെ നിങ്ങൾ ആ വീഡിയോ പറയുന്നുണ്ട് ബില്ല് തന്നിട്ടേ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ക്ലിനിക്കുകാർ പറയുന്നു ബില്ല് തന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ ബന്ധമില്ലാതെ നിൽക്കുകയാണ്. സോ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് തെളിവുണ്ടെങ്കിൽ തെളിവ് സഹിതം പറയുക. ഓക്കെ, ഇത്രയാണ് ഞാൻ എൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് രണ്ടുപേരുടെയും ഭാഗം ഞാൻ വെച്ചു. കല്യാണി പറയുന്ന ആ ഷോർട്ട് വീഡിയോക്കകത്ത് പറയുന്ന കാര്യവും ഇപ്പുറത്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ട വിവരങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വെച്ചു. ഞാൻ രണ്ട് ഭാഗം കേട്ടു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാ ചെയ്തത്, ജനങ്ങൾക്ക് വിട്ടുതരാ ചെയ്തത്, കല്യാണിയുടെ സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വിട്ടുതരാ ചെയ്തത്. ഞാൻ അവിടെ എവിടെയും കല്യാണി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ കല്യാണി അവിടെ പോയത് മോശമാണെന്നോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തത് മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം അവിടുത്തെ വേർഷൻ നിങ്ങൾ കേട്ടു, ഇവിടുത്തെ വേർഷൻ കേട്ടു, ഏതാണ് സത്യം നിങ്ങൾ തീരുമാനിക്കൂ. അതുപോലെ കല്യാണിക്ക് ഇതിന്റെ തെളിവ് സഹിതം പറയാനുണ്ടെങ്കിൽ അത് എത്രയും വേഗം പറയൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കെങ്കിലും കാര്യം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുവരെയും എവിടെയും ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരാളെ ഞാൻ ടാർണിഷ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ ഹോസ്പിറ്റൽ നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാരോ എൻ്റെ ബന്ധുക്കളൊന്നും അല്ല.
പിന്നെ പല ആൾക്കാരും ചോദിക്കേണ്ടത്, നീ അവിടുത്തെ കാശ് മേടിച്ചിട്ടാണോ വീഡിയോ ചെയ്തത്? നിങ്ങൾ അത് തെളിയിക്കുവാണെങ്കിൽ ഞാൻ തെളിയിക്കുന്നതിന്റെ അന്ന് ഈ പരിപാടി ഞാൻ നിർത്തും. ഓക്കെ, ചില ആൾക്കാരുടെ കമന്റ് കണ്ടു, അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ഇനി കല്യാണി പറഞ്ഞൊരു കാര്യം, ഈ വീഡിയോയ്ക്കകത്ത് അവർ കുറെ എവിഡൻസ് വെക്കുന്നുണ്ട്. ഞാൻ ആ എവിഡൻസിനെ ഒന്നും ഡിനേ ചെയ്യുന്നില്ല. കാര്യം അവരുടെ സൈഡ് ക്ലിയർ ചെയ്യുകയാണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയേണ്ടത് ഹോസ്പിറ്റലുകാരാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് കല്യാണി പറഞ്ഞ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഇവരോട് ചോദിച്ചു. അവർ പറഞ്ഞു പൂർണ്ണമായിട്ടും അവരത് ഡിനേ ചെയ്യുക ചെയ്തത്. അത് അങ്ങനെയല്ല, അത് കൊളാബ് ചോദിച്ചതിന്റെ പേരിലാണ് അത് സംഭവിച്ചത്. നമുക്ക് എന്തായാലും കല്യാണിയുടെ ഈ ലോങ് വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. ഹലോ, അപ്പോ കുറച്ച് ദിവസമായി ഒക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്ന ചാനലുകളും പിന്നെ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും. റിയാക്ഷൻ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം തുറന്നു പറയാനുള്ളത്, എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരെയും അനാവശ്യമായിട്ട് ഒരു വിഷയത്തിലേക്കും വലിച്ചിടാൻ താല്പര്യമില്ല. ഈ ഒരു വിഷയം ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടത് ആരാണ്? കംപ്ലൈന്റ് കൊടുത്തിട്ട് കല്യാണി പറയുന്ന പ്രകാരം കല്യാണിയാണ് ആദ്യം കംപ്ലൈന്റ് കൊടുത്തതെന്ന് പറയുന്നു. കല്യാണി തന്നെയാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടതും. അതും ഒരു കൺഫ്യൂഷൻ ലെവലിൽ. ഏതായിരിക്കും ക്ലിനിക്ക്, എന്തായിരിക്കും കല്യാണിക്ക് പറ്റിയത്, അവിടുന്ന് എന്ത് സംഭവമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ലെവലിലുള്ള ഒരു വീഡിയോ ആയിരുന്നു കല്യാണിയുടെ ഷോർട്ട് വീഡിയോ. കൺഫ്യൂഷൻ ആക്കിയ ആൾക്കാരെ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് പറയുന്നത്, ഞാൻ അതിലേക്ക് വരാം. ഈ വീഡിയോക്കകത്ത് പറയുന്നത് 6 സംഖ്യയാണ് ആ ക്ലിനിക്കിൽ ഇവർ കൊടുത്തതെന്ന്. 6 സംഖ്യ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ. ഇത്രയധികം ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തി, നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത സാധനം വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ആൾക്കാർക്ക് സ്കിൻ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ 6 സംഖ്യ എടുത്ത് കൊടുക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. ഈയിടെയായിട്ട് നിങ്ങൾ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന കൊളാബ് ചെയ്യാൻ അവർ തരാത്തതുകൊണ്ടാണോ അതോ നിങ്ങൾ എടുക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബ്യൂട്ടി പ്രോഡക്ട്സ് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ ചാനലിൽ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ട്, പ്രത്യേകിച്ച് പല ആൾക്കാരും പറയാറുണ്ട്, ഈ പ്രൊമോഷൻ കണ്ടിട്ട് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. പരസ്യം വേറെ, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വേറെ. പരസ്യത്തിൽ അത് പരസ്യമാണ് എന്ന് കരുതി തന്നെയാണ് ആൾക്കാർ കാണുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ, ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ വ്യക്തിയെ, അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചിന്തിക്കുന്നത് ഇവര് നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ് എന്ന ലെവലിൽ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ കല്യാണിയുടെ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് കമന്റ് കാണാം. അവരുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് കല്യാണി ആൾക്കാർ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ കല്യാണി ഉപയോഗിച്ച പ്രോഡക്റ്റ് ആണോ എന്നാ നല്ലതായിരിക്കും എന്നും പറഞ്ഞിട്ട് മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് കല്യാണിയുടെ കാര്യം മാത്രമല്ല, മറ്റോ ഏതൊരാളും സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുകയോ അവർക്ക് അറിയുന്ന, അവർ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ, അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ വാങ്ങാൻ അവർ തയ്യാറായി ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് പക്ഷേ ഈ 6 സംഖ്യ ഒന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ കൊടുക്കാൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ 6 സംഖ്യ എണ്ണി കൊടുത്തതാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിനകത്തുള്ള എനിക്ക് തോന്നിയ കുറച്ച് പൊരുത്തക്കേട് ഞാൻ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് എവിഡൻസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അവിടുത്തെ ഒരു വീഡിയോ വിഷ്വൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ബഹളം ഉണ്ടാക്കാത്തതിന്റെ വിഷ്വൽ ഒരു ചെറിയ പോർഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബില്ലിന്റെ കാര്യം പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണിച്ചു, നിങ്ങളുടെ സൈഡ് നിങ്ങൾ ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി ബാക്കി ഭാഗം, ഇനി ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പറയേണ്ടത് അവരാണ്, ഹോസ്പിറ്റലുകാരാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നിങ്ങളുടെ ഷോർട്ട് വീഡിയോക്ക് നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് മുഖത്തൊരു പാട് വന്നപ്പോ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലോങ് വീഡിയോ പറയുന്നു 8 വർഷമായിട്ട് നിങ്ങളുടെ മുഖത്ത് ആ പാടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞതിൽ വന്ന മാറ്റമാണോ അതോ ഈ പാട് പെട്ടെന്നുണ്ടായതാണോ 8 വർഷം മുമ്പുള്ളതാണോ? നമുക്ക് എന്തായാലും ബാക്കി ഭാഗം കേൾക്കാം. നമ്മളൊരു കാര്യം 2 വശവും കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. അതായത് ഷോർട്ട് വീഡിയോ, ശരിക്കും ഷോർട്ട് വീഡിയോയിൽ പോലും അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലോങ് വീഡിയോ തന്നെ ആർക്കും തിരക്കില്ലായിരുന്നു. ഒരാൾക്കും തിരക്കില്ല. നിങ്ങൾ പറയുമ്പോൾ മാത്രമേ ആൾക്കാർ അറിയത്തുള്ളൂ. ഇത് നിങ്ങൾ വന്ന് പറയുന്നു എന്നെ ഒരു ക്ലിനിക്ക് പറ്റിച്ചു, ഒരു പാട് വന്നു, അത് കാണിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവർ ഞങ്ങളുടെ ഒരുപാട് കാശ് മേടിച്ചു, ബില്ല് വന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ അന്വേഷിക്കും അത് ഏത് ക്ലിനിക്കാണെന്നുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്ലിനിക്കിന്റെ പേരും എടുത്തു വെച്ചു. എന്നോട് സംസാരിച്ചത് അവിടുത്തെ സ്റ്റാഫാണ്. പക്ഷെ ആ ക്ലിനിക്കിലെ ഡോക്ടർ തന്നെ ഒരാളോട് സംസാരിച്ച് എന്നോട് സംസാരിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഓഡിയോ ഞാൻ കേട്ടു. ഞാൻ അതൊന്നും ഇവിടെ വയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിലേക്ക് ഡ്രാഗ് ചെയ്തത്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. ഇനി ഒരു അവയർനെസ് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പ്രോഡക്ട്സും നല്ല പ്രോഡക്ട്സ് ആണോ? നിങ്ങൾ അതെല്ലാം കറക്റ്റ് യൂസ് ചെയ്ത് യൂസ്ഫുൾ ആണെന്ന് കണ്ടിട്ടാണോ കൊടുക്കുന്നത്? നിങ്ങൾക്ക് പ്രൊമോഷൻ വരുന്നു, ചെയ്യുന്നു, കൊടുക്കുന്നു. ഞാൻ ഇന്ന് കേട്ടൊരു കാര്യമാണ്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റുഡിയോയിൽ ഒരാൾ വന്നിട്ട് ഒരു ബ്രാൻഡിന്റെ ഒരു ഓഡിയോ എടുത്തു. അപ്പോൾ ആ സൗണ്ട് എഞ്ചിനീയർ ചോദിച്ചു ഇത് എന്താ നല്ല പ്രോഡക്റ്റ് ആണോ? എനിക്കറിയത്തില്ല, എനിക്ക് സ്ക്രിപ്റ്റ് തന്നു, ഞാൻ ചെയ്തു കൊടുത്തു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു പ്രൊമോട്ടറുടെ റെസ്പോൺസിബിലിറ്റി. ഞാൻ കല്യാണി അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. അവരുടെ സ്ഥിരം പ്രേക്ഷകർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. പറഞ്ഞു വന്നത്, ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഡ്രാഗ് ചെയ്തത് കല്യാണി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് അന്വേഷിക്കാൻ ആൾക്കാർ പോയത്.
എന്താണ് സത്യം, എന്താണ് ആരുടെ ഭാഗത്തുള്ള ന്യായം എന്നുള്ളത് നോക്കാൻ വേണ്ടി പോയത്. അതിന്റെ രണ്ട് സൈഡും കേട്ടിട്ട് തന്നെയാണ് കല്യാണി ഇപ്പോൾ പറയുന്നത്. രണ്ട് സൈഡും കേൾക്കണം, രണ്ട് സൈഡും എടുത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ വെച്ചു. കേൾക്കേണ്ടവർ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ എന്നേ പറഞ്ഞുള്ളൂ. കല്യാണി ഇതിനകത്ത് ഡീറ്റെയിൽ വേർഷൻ വെക്കുന്നു, അതിനകത്ത് വീഡിയോ ഫുട്ടേജ് വെക്കുന്നു, പിന്നെ ബില്ലിന്റെ കാര്യം പറയുന്നു, കംപ്ലൈന്റ് കൊടുത്ത കാര്യം പറയുന്നു. ഒക്കെ കല്യാണിയുടെ സൈഡ് ക്ലിയർ ചെയ്തു. ഇത്രയും നമ്മളും ആവശ്യപ്പെട്ടുള്ളൂ. എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ, കൊല്ലത്തൊന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി എന്തിനും ട്രിവാൻഡ്രം വരെ വരണം. അപ്പൊ ആ ഡെർമറ്റോളജിസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചിട്ടല്ലേ വരിക, ആ ക്ലിനിക്കിനെ കുറിച്ച് അന്വേഷിച്ചിട്ടല്ലേ വരിക. അങ്ങനെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട്, അല്ലാതെ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് വെറുതെ വരാൻ കൊല്ലത്ത് ഡെർമറ്റോളജിസ്റ്റോ സ്കിൻ ക്ലിനിക്കോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ട്രിവാൻഡ്രം വരെ വന്നു എന്നൊരു ചോദ്യമായിരുന്നു. രണ്ടാമത്തത്, ക്ലിനിക്കിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് കൊളാബ് കിട്ടാത്തതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇത് ശരിയാണോ തെറ്റാണോ തെളിയിക്കേണ്ടത് കല്യാണിയാണ്. സോ കല്യാണി ഇപ്പോൾ പറയുന്നു ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ വീഡിയോക്കകത്ത് കല്യാണി അങ്ങനെ പറയുന്നത് ഞാൻ കൊളാബ് ചോദിച്ചിട്ടില്ല. കല്യാണി വെല്ലുവിളിക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യേണ്ടത് ക്ലിനിക്കുകാരാണ്. അവിടെ CCTV ഫുട്ടേജ് ഉണ്ടെങ്കിൽ ആ ചോദിക്കുന്ന വിഷ്വൽ കാണിക്കാനാണ് കല്യാണി ആവശ്യപ്പെടുന്നത്. അങ്ങനെ കുറെ അധികം കാര്യങ്ങളാണ് കല്യാണി ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. അതിൽ ക്ലിനിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കേസ് കൊടുത്തത് അവരാണ് ആദ്യം, എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ അതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യത്തിന്, അതും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന്, ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ വരുംവരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പൊ അതിന്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എന്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അത് അങ്ങനല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർക്കറ്റ് മേടിച്ചിട്ട് ഞാൻ മുംബൈ റിലയൻസിന്റെ കോപ്പറേറ്റ് ഓഫീസിൽ ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്യുന്നത്. മേഡം അല്ല പഴയതിലോട്ട് പോകണം. മേഡം ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം മേഡം ഇത്രയും ഡിലേ ആയിരുന്നു. അപ്പൊ ഇതിനെ കള്ളത്തരല്ലേ, ഞാൻ ഇത്ര ചോദ്യം കള്ളത്തരല്ലേ ഇന്ന എന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമോ കേട്ടോ. ഇത്ര ബില്ല് ഇത്രയും ഈ വിഷ്വൽ പ്രകാരം കല്യാണി അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നും, അല്ലെങ്കിൽ കല്യാണിയുടെ ഹസ്ബൻഡ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നും അവർ ലീഗലി മൂവ് ചെയ്യാൻ പറയുവാണ്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ വിഷ്വൽ പ്രകാരം കല്യാണി പറയുന്നത് ശരിയാണ്. ഇതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ സംസാരിക്കുന്നത് ഏത് ഡേറ്റിലെ വിഷ്വൽ ആണെന്ന് നമുക്കറിയത്തില്ല. കല്യാണി പറയുന്ന പ്രകാരം 1-ാം തീയതിയാണ് ഞാൻ അവിടെ പോകുന്നത്, 1-ാം തീയതിയാണ് ഈ സംസാരിക്കുന്നത്, 1-ാം തീയതിയാണ് കംപ്ലൈന്റ് പോകുന്നതാണ് കല്യാണി പറയുന്നത്. ഇത് കല്യാണി പറയുന്ന വേർഷനാണ്. നമ്മൾ ആ ഓഡിയോ വെച്ചത് ഹോസ്പിറ്റലുകാരുടെ വേർഷനാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഇവിടെ രണ്ടുപേരും ബ്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കാരണം അവരുടെ വേർഷൻ പറയുന്നതാണ്. നമ്മളത് ഒരുമിച്ച് പ്ലേ ചെയ്തെന്ന് മാത്രം. കേൾക്കുന്നവരുടെ യുക്തി പോലെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഇനി ബാക്കി കേൾക്കാം. അപ്പൊ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എന്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. 6 അക്ക സംഖ്യ ഒരുമിച്ച് കൊടുത്തിട്ട് ഒരു ബില്ലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തോന്നിയ സംശയമാണ് ആ ക്ലിനിക്കിലേക്ക് കോൾ പോകാൻ കാരണം. ഹോസ്പിറ്റലുകാരുടെ വേർഷൻ നമ്മൾ കേട്ടതാണ്, ബില്ല് കംപ്ലീറ്റ് കൊടുത്താണ് അവർ പറയുന്നത്. കല്യാണി പറയുന്ന പ്രകാരം ബില്ല് കൊടുത്തിട്ടില്ല, നിങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ ഇവിടെ പറയുന്നു. ഇത് എന്നത്തെ വിഷ്വലാണെന്ന് നമുക്കറിയില്ല. കല്യാണി പറയുന്നതാണെങ്കിൽ 1-ാം തീയതിയാണെന്ന് പറയുന്നു. ബാക്കിയേക്കാം. അതിന്റെ പേയ്മെന്റ്, അതിന്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിന്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്തത്? എനിക്ക് ബില്ല് തരുന്നില്ല. അത്രേ ഉള്ളൂ നമ്മുടെ കൺസേൺ. നമുക്ക് എന്തുകൊണ്ട് ബില്ല് തരുന്നില്ല? ഓൾറെഡി ഞാനാണ് എഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് എന്റെ ബില്ല് കിട്ടുന്നില്ല, ഫയൽ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പി മതി നമുക്ക്. കാരണം ഇവർ ഇനി അത് പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ എഴുതി ചേർക്കും, എന്തൊക്കെ അതിന് മാറ്റം വരുത്തുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ഓൾറെഡി നമ്മൾ അവരുടെ ക്ലിനിക്കിന്റെ പേപ്പർ അതിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അത് എഡിറ്റ് ചെയ്താൽ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു. അല്ലെങ്കിൽ
നമുക്ക് ഒരു കോപ്പി, അതിന്റെ ഒരു ഹാർഡ് കോപ്പി തന്നാൽ മതിയായിരുന്നു. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തോളാം. അപ്പം ആ ഒരു സമയം വരെ നമ്മൾ ലീഗലായിട്ട് പോയില്ല. ഇവരോട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫയൽ തരൂ എന്നുള്ള രീതിക്ക് നമ്മൾ മെയിൽ ത്രൂ അയക്കുന്നതും അല്ലെങ്കിൽ ലെറ്റർ അയക്കുന്നതും വാട്സ്ആപ്പിൽ അയക്കുന്നതും എല്ലാം ഇവരോടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവർ കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ പറയും നമ്മൾ ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് കേസായിട്ട് കൊടുത്തല്ലേ. അവർ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ലീഗലായിട്ട് പോകണം. അങ്ങനെ നമ്മൾ ലീഗലായിട്ട് പോയോണ്ട് മാത്രമാണ് അവരും വന്ന് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു സംശയമാണ്, ഈ നേരത്തെ കാണിച്ച ഫുട്ടേജ് എന്നത്തതാണ് എന്നുള്ളത്. നേരത്തെ ഉള്ളതാണോ അതോ ഈ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിന്റ് അന്നത്തെ ഉള്ളതാണോ എന്നുള്ളത്. കാരണം കല്യാണി പറയുന്നു കംപ്ലൈന്റ് കൊടുക്കാൻ പോയിന്റ് അന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. കല്യാണിയുടെ വേർഷനാണ്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതിപ്പോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തേക്കുന്നത് നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷേ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവര് അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എന്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം, അതായത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് അതിന്റെ സീൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത്. അവിടെ കല്യാണി പറയുന്ന പ്രകാരം 1-ാം തീയതി രാവിലെ കല്യാണി കംപ്ലൈന്റ് കൊടുത്തു. 1-ാം തീയതി വൈകുന്നേരം അവർ കംപ്ലൈന്റ് കൊടുത്തു. ക്ലാരിറ്റി വരുത്തേണ്ടത് അവരാണ്. അവർ പറഞ്ഞ ഓഡിയോയിൽ ബില്ലെല്ലാം കൊടുത്തിട്ടുണ്ട്, ബില്ലെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്, ഹാർഡ് കോപ്പിയും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ത്രൂ മെയിൽ അയച്ചിട്ടുണ്ട്, ഹാർഡ് കോപ്പിയും കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു ആ ഓഡിയോയ്ക്കകത്ത്. ഇവിടെ കല്യാണി പറഞ്ഞ പ്രകാരം ബില്ല് കിട്ടിയിട്ടില്ല, 3-ാം തീയതി കൊടുക്കാമെന്നാണ് അവരോട് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. ഇതാണ് കല്യാണിയുടെ വേർഷൻ. ഇതുപോലെ തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞത്, അവരുടെ വേർഷൻ ഇതാണ്, ഇവരുടെ വേർഷൻ ഇതാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവർ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയിട്ടോ രണ്ടുപേരെയും വെളുപ്പിച്ചിട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. രണ്ടുപേരുടെ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡ് ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പൊ അതിനർത്ഥം എനിക്ക് ആ ടൈമിലും ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും. ഇനി 2-ാമത്തെ കാര്യം അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്തിനാണ് ഞാൻ ആ ക്ലിനിക്കിൽ പോയെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് അവരതിൽ പറയുന്നത്, അതായത് എന്റെ മുഖത്ത് കുരുവെന്നാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന വീഡിയോ ഇടുന്ന ഒരു ഇതാണ്. ഞാൻ മാക്സിമം എന്നും വീഡിയോ ഇടാൻ നോക്കാറുണ്ട്, ഷോർട്സ്. അപ്പോൾ അതിൽ നോക്കിയാലും എത്ര നിങ്ങൾക്ക് അറിയാം എന്റെ ഫേസിൽ കുരുവോ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയില്ല. ഈ ഒരു പാട് എന്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്ക്. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. ചെറിയൊരു തിരുത്ത്, സ്റ്റിറോയിഡ് ഉപയോഗിച്ചെന്നല്ല പറയുന്നത്, സ്റ്റിറോയിഡ് ഉള്ള ക്രീം ഉപയോഗിച്ചെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടുള്ള ക്രീം. അതിനകത്ത് എന്തോ ഒരു പേര് പറയുന്നു, ആ പേര് എനിക്ക് ക്ലിയർ അല്ലായിരുന്നു. സ്റ്റിറോയിഡ് ഉപയോഗിച്ച ക്രീം ഉപയോഗിച്ചിട്ട് വന്ന ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അത് ഒന്ന് തിരുത്തിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയാം. അതായത് 8 വർഷം മുമ്പ്, എന്റെ മോന് ഇപ്പൊ 8 വയസ്സാണ്. 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എന്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോ എനിക്ക് ഇങ്ങനെ പ്രായം കൂടി വരുന്നതോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോകില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പൊ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. ഡോക്ടറെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറയുമ്പോൾ ആ ഡോക്ടറെ കുറിച്ച് അന്വേഷിച്ചിട്ടും ഡോക്ടറെ കുറിച്ച് അറിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക അല്ലേ? അവരുടെ റിസൾട്ടിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക സ്വന്തം ഇഷ്ടപ്രകാരം ആവുമ്പോൾ അല്ലേ? അങ്ങനെ ആയിരിക്കില്ലേ? ബാക്കി
അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിന്റേതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പം എന്റെ മനസ്സിൽ എന്തായാലും നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പൊ നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയ ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നന്നായി വരുമെന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്ത് ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്ത് ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അതായത് 8 വർഷം മുന്നേ, അതായത് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എന്റെ +2 ടൈമിലും ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. പറ്റുവാണെങ്കിൽ എന്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പൊ ആ സമയത്ത് എന്റെ മോനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അവന് പാല് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞിന് പാല് കൊടുക്കുന്ന ടൈമിലൊന്നും ഒരു ക്രീമോ, അതായത് പ്രത്യേകിച്ച് ഇതുപോലെ സ്റ്റിറോയിഡുകളൊന്നും അത് തൊട്ട് പോലും നോക്കൂല. ആ ടൈമിൽ പോലും എന്റെ സ്കിന്നിന് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പാട് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 8 വർഷം മുൻപാണ് കല്യാണിക്ക് ഈ പാട് വന്നതെന്ന് കല്യാണി പറയുന്നു. പക്ഷെ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് എന്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് കുറുവാൻകുളത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി എന്നാണ് പറയുന്നത്. എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ, അപ്പോൾ 8 വർഷം മുന്നേ വന്ന ഒരു പാടാണെങ്കിൽ എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ എന്ന് അപ്പോൾ പറഞ്ഞിട്ട് അപ്പോൾ കാണാൻ വേണ്ടി അങ്ങനെ പോകും. 8 വർഷം കൊണ്ട് ഈ പാട് കല്യാണിക്ക് ഉണ്ട്, പാരമ്പര്യമാണെന്ന് കല്യാണിക്ക് അറിയാമെന്നും പറയുന്നുണ്ട്. അറിയില്ല ബാക്കി. എനിക്ക് സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടോ മറ്റു കാരണങ്ങളാലോ വന്നതല്ല, ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന പാടല്ല അത്. അതെന്റെ അച്ഛൻ ഉണ്ടായതുകൊണ്ടും അച്ഛന്റെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് എനിക്ക് വന്ന പാടാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. ഇതിന് ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ളൊരു സാധനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, അത് പ്രായം മാറുന്തോറും ഇത് വിസിബിൾ ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് തല വെച്ച് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ, ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ കംപ്ലീറ്റ് വേർഷൻ പറയേണ്ടത് അവരാണ്, ഹോസ്പിറ്റലുകാരാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, കല്യാണിയുടെ വേർഷൻ നമ്മൾ കേട്ടു, ഹോസ്പിറ്റലുകാർ പറഞ്ഞ ആ ഒരു വേർഷൻ നമ്മൾ കേട്ടു. ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞ വേർഷനെ കംപ്ലീറ്റ്ലി ഡിനേ ചെയ്യുന്ന കാര്യങ്ങളാണ് കല്യാണി പറഞ്ഞേക്കുന്നത്, വിത്ത് ആ ഫുട്ടേജ് ഉൾപ്പെടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൊളാബ് ചോദിച്ചിട്ടില്ല എന്നാണ് കല്യാണി പറയുന്നത്. ഏകദേശം 25 മിനിറ്റോളം ഉണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. കൊളാബ് ചോദിച്ചിട്ടില്ല എന്ന് കല്യാണി പറയുന്നുണ്ട്. അത് അടുത്ത CCTV ഫുട്ടേജ് പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്നതാണ് കല്യാണി പറയുന്നത്, ചോദിച്ചിട്ടില്ല എന്ന്. പിന്നെ ആ ക്ലിനിക്കുകാർ പറഞ്ഞ വേറൊരു കാര്യം, കല്യാണി അവിടെ വെയിറ്റ് ലോസിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഓടിക്കാത്ത ആ കാര്യമുണ്ട്. പക്ഷെ കല്യാണി പറയുന്നു ഞാൻ എടുക്കാത്ത ട്രീറ്റ്മെന്റിനെ കുറിച്ചും അവർ പറയുന്നു എന്ന് പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഹോസ്പിറ്റലുകാർ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് തന്നെ കല്യാണി ഡിനേ ചെയ്യുന്നു. ഈ ഹോസ്പിറ്റലുകാർ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ഹോസ്പിറ്റലുകാർ എന്നോട് മാത്രമല്ല സംസാരിച്ചത്, എന്നോട് സംസാരിച്ചത് അവിടുത്തെ സ്റ്റാഫാണ്. പക്ഷെ മറ്റൊരു ആൾ വിളിച്ചപ്പോൾ അവരോട് സംസാരിച്ചത് കല്യാണിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ്. ആ ഡോക്ടർ പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അത് ആ വ്യക്തിയുടെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. കൊളാബ് ചോദിച്ചിട്ടില്ല എന്ന് കല്യാണി പറയുന്നു. 6 സംഖ്യ കൊടുത്തിട്ടാണ് ഈ ക്ലിനിക്കിൽ പോയതെന്ന് പറയുന്നു. ആദ്യത്തെ പ്രാവശ്യം ബില്ല് കൊടുത്തു, രണ്ടാമത്തെ പ്രാവശ്യം ട്രീറ്റ്മെന്റ് പോയപ്പോൾ ബില്ല് അയച്ചേക്കാന്ന് പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോഴും ബില്ല് അയച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോഴൊന്നും കല്യാണി ചെക്ക് ചെയ്തില്ലെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യാത്തത്? ബില്ല് വന്നില്ലെങ്കിൽ, ഈ 6 സംഖ്യ കൊടുത്തിട്ടും ബില്ല് ഇത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്രയും നാൾ കാത്തിരിക്കുമോ അത് വാങ്ങാൻ വേണ്ടി? 6.25 മാസമാണ് ഈ വീഡിയോയിൽ കല്യാണി പറയുന്നു. 6.25 മാസമാണ് കല്യാണി അവിടെ പോയിട്ടുള്ളതെന്ന് പറയുന്നു ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ 8 മാസമായിട്ട്, 8 മാസത്തിന് മേളിലായി കല്യാണി അവിടെ ട്രീറ്റ്മെന്റിന് വരുന്നു എന്നാണ് ആ സ്റ്റാഫ് പറഞ്ഞത്. കല്യാണി പറയുന്ന പ്രകാരം ഒക്ടോബർ മാസമാണ് കല്യാണി അവിടെ ട്രീറ്റ്മെന്റിന് പോകുന്നത്. ഒക്ടോബർ 19-ാം തീയതി വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഒക്ടോബർ 19-ന് പോയിട്ടുണ്ടെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഓക്കെ, എത്ര മാസമായി? എന്നാലും 6.25 മാസം വരെ പോയിട്ടുള്ളതാണ് കല്യാണി പറയുന്നത്. ഇനി അതും ശരിവെക്കാം. എന്തായാലും കല്യാണിയുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രൂഫ് പ്രകാരം ഈ വോയിസ് കംപ്ലീറ്റ് ഡിനേ ചെയ്യുന്ന കാര്യങ്ങളാണ് കല്യാണി പറഞ്ഞേക്കുന്നത്. ഇതിനെ ടാക്കിൾ ചെയ്യേണ്ടത് ആരാണ്? ക്ലിനിക്കുകാരാണ്. അവരുടെ CCTV ഫുട്ടേജ് ഉണ്ടാവും, അവരുടെ ലെഡ്ജർ ഉണ്ടാവും, അവിടെ കല്യാണി ചെയ്യുന്ന ഡേറ്റ് ഉണ്ടാവും, ബില്ല് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമെയിൽ കോപ്പി ഉണ്ടാവും. ഇതെല്ലാം കാണിക്കേണ്ടത് അവർ തന്നെയാണ്. അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്തിട്ടാണ് വെളുത്തത്, ഇത് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളത് പറഞ്ഞ് പറ്റിക്കുക തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഓടിപ്പോകുന്ന ക്ലിനിക്കിലേക്കാണ്. നിങ്ങൾക്കൊരു പാട് വന്നാൽ, നിങ്ങൾക്കൊരു മാർക്ക് വന്നാൽ നിങ്ങൾ ഓടിപ്പോകുന്ന ക്ലിനിക്കിലേക്കായിരിക്കും. എന്നിട്ട് നിങ്ങൾ വന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇത് തേച്ചാണ് ഇത് ക്ലിയർ ആയത്. അത് ചെയ്യരുത് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനകത്ത് കല്യാണിയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ കല്യാണിക്ക് നീതി കിട്ടണം. അതല്ല ഹോസ്പിറ്റലുകാർ പറയുന്നതാണ് ശരിയെങ്കിൽ അവർക്ക് നീതി കിട്ടണം. കാര്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചു, അവതരിപ്പിച്ചു, അത്രമാത്രം. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് തെളിവുകൾ ഇപ്പം കല്യാണി പറയുന്നത് വെച്ചിട്ട് കല്യാണിന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറയുകയാണെങ്കിൽ അത് 2 സൈഡ് നമ്മൾ കേട്ടു. നിങ്ങൾക്ക് ഏത് ശരി അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതാണ് എന്റെ വേർഷൻ. അല്ലാണ്ട് ഞാൻ 2 പേരുടെ ഭാഗത്ത് നിൽക്കാൻ ഞാൻ ആളല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എന്നെ കല്ലെറിയാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ചെയ്ത കാര്യം ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്, കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ എന്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, മറ്റുള്ളവർ എന്ത് പറഞ്ഞുള്ള എന്റെ വിഷയമല്ല.
ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞത് 2 സൈഡും ഞാൻ ദേ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം. കല്യാണി ഇതിന്റെ തെളിവ് സഹിതം കൊണ്ടുവന്ന് സംസാരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.